ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് വീട്ടിലുള്ള പഴയ സിമെന്റ് ചാക്ക് വെച്ചിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് പൈസ ഒന്നും മുടക്കാണ്ട് തന്നെ ഭംഗിയായിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ അത് ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല. കാരണം അടുത്ത വർഷം കൃഷി ചെയ്യാകുമ്പോഴേക്ക് അത് വെയിലും മഴയെല്ലാം കൊണ്ട് ദ്രവിച്ച് കാണും. നമുക്ക് കൂടെ അങ്ങനെ ഇതിനു വേണ്ടി പൈസ ഇറക്കുന്നതിൽ നല്ലത് വീട്ടിലുള്ള പഴയ സിമെന്റ് ചാക്ക്, കാലിയായിട്ടുള്ള സിമെന്റ് ചാക്ക് എടുത്തിട്ട് നമുക്ക് നല്ല സുന്ദരമായിട്ട് തന്നെ ഗ്രോ ബാഗ് ഉണ്ടാക്കാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് സിമെന്റ് ചാക്ക് തന്നെയാണ്. സിമെന്റ് ചാക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെക്കണം. വെള്ളം ശരിക്കും പൊടി, സിമെന്റിന്റെ പൊടി തീർത്തും കളഞ്ഞിരിക്കണം. വെള്ളത്തിൽ മുക്കി വെക്കണം. മുക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് കഴുകി വൃത്തിയാക്കി, സിമെന്റിന്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് ബാഗ് ഉണ്ടാക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഇത് കെട്ടാനുള്ള വള്ളി, കത്രിയാണ് വേണ്ടത്. അപ്പൊ ഈ സിമെന്റിൻ ചാക്കിന്റെ അടിഭാഗം ഉണ്ടല്ലോ, തിന്നുള്ള ഭാഗം, അത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സിമെന്റ് ചാക്ക് നന്നായിട്ട് വൃത്തിയാകണം കേട്ടോ. വൃത്തിയാക്കി വെയിലത്തിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി മാത്രമേ ഇത് ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ചെടികൾ നശിച്ചു പോകും. അപ്പൊ ഈ നമ്മൾ നേരെ ഈ സിമെന്റ് ചാക്കിന് പോട്ടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അതിങ്ങനെ വളഞ്ഞ് ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ അടിഭാഗം കട്ട് ചെയ്യുന്നത്. അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മറിക്കുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് കാര്യം നൂല് കുറച്ച് വൃത്തിയുള്ള അകത്തെ ഭാഗം കുറച്ച് വൃത്തി ഉണ്ടാവില്ല. കുറച്ച് നല്ല ചാക്ക് എടുക്കുന്നുണ്ട്. തീരെ പഴയ ചാക്ക്, പൊട്ടിയ ചാക്കൊന്നും പറ്റില്ല. കുറച്ച് നല്ല സിമെന്റ് ഒഴിവായ നല്ല ചാക്ക് എടുക്കണം. മറിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സൈഡ് ഉണ്ടല്ലോ, ആ കട്ട് ചെയ്തതിന്റെ ഭാഗം നമ്മൾ ഒന്ന് ചേർത്ത് പിടിക്കണം. ഇതേപോലെ നല്ല ചുളിവൊന്നുമില്ലാണ്ട് നേരെ ഇങ്ങനെ നിറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ വള്ളി എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ കെട്ടണം. ഇതിലിപ്പോ നമ്മൾ ഹോൾ ഇടുന്നില്ല, ശരിക്കും ഇതിൽ ഹോൾ ഇടണം. അതുപോലെ നമ്മൾ പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം ഹോൾ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെ കമ്പി എന്തെങ്കിലും പഴുപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് 2-3 ഹോള് താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ കെട്ടിയിട്ട് നന്നായിട്ട് മുറുകിയിട്ട് കെട്ടണം, കാരണം പിന്നെ അഴിഞ്ഞു പോകും. അതേപോലെ വള്ളി ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് നല്ല സ്ട്രോങ് ഉള്ള വള്ളി തന്നെ ഉപയോഗിച്ച് കെട്ടാൻ ശ്രമിക്കുക. ഇത് കെട്ടിയിട്ട് നമ്മൾ ഇത് 2 സൈസിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഈ വള്ളി, പ്ലാസ്റ്റിക് വള്ളി ഞാൻ കുറച്ച് നീളത്തിൽ വെക്കുന്നുണ്ട്. നീളത്തിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതില് വള്ളി ആയിട്ട് പടർത്തുന്ന പയറുവർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കൈപ്പക്ക പോലുള്ള ചെടികൾ, അത് നമുക്ക് വള്ളി കെട്ടിയിട്ട് പിന്നെ നമുക്ക് പന്തലിലേക്ക് പടർത്താൻ വേണ്ടിയിട്ടാണ് അതൊരു വള്ളി നീളത്തിൽ വെച്ചിട്ടുള്ളത്. ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മറിക്കുക. ചാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് മറിച്ചതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ ഇത് അടിഭാഗം ശരിക്കും റൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ കെട്ടാണ്ട് നേരത്തെ ഉള്ള രീതിയിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും ചരിഞ്ഞിട്ടിരിക്കും. നമ്മൾ പോട്ടമിച്ച് നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്യുന്നത്. അതേ ഭാഗം ഒന്ന് മടക്കി, വക്കുകളൊന്നും മടക്കി റെഡിയാക്കി വെച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നു. ഈ വള്ളിയാണ് ഞാൻ പറഞ്ഞത്. ഈ വള്ളി നമുക്ക് ഒരു പോട്ടമിക്സ് നിറച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ വരും, സെൻട്രലായിട്ട് വരും. അപ്പൊ അതിന് ചേർത്ത് നമുക്ക് പന്തലിലേക്ക് പടർത്തുകയും ചെയ്യാം. ഇത് പിന്നെ മറ്റൊന്നാണ്. ഇതിൽ ഞാൻ വള്ളി കെട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് അത് അടി കെട്ടിയ ശേഷം ഒന്ന് കെട്ടുക മാത്രമേ ചെയ്തേക്കൂ. അതേപോലെ തന്നെ വള്ളി നീളമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് കെട്ടി വള്ളി നീളം കൂട്ടി വെച്ചിട്ടില്ല, മറ്റു വല്ലതും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പൊ ഇതിൽ മിക്സ് നിറച്ചു കഴിഞ്ഞാൽ ഇത് പഴയതാണ്. മിക്സ് നിറച്ചൊരു
ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, ഏകദേശം അത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ കൂടുതലൊന്നും ഏതായാലും ഇരിക്കില്ല, ഒരു വർഷം വരെ നിൽക്കും. എന്താ അതിന്റെ വക്കെല്ലാം പൊടിഞ്ഞു പോയി. കഴിഞ്ഞ വർഷം ചെയ്താണ് അത്. അല്ലെങ്കിൽ മുളക് മരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഓക്കെ. ഏതായാലും വീട്ടില് സിമെന്റ് ചാക്ക് എല്ലാവരും വീട്ടിലും മിക്കവാറും കാണും. ഏതായാലും ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ നമുക്ക് പൈസയും ലാഭമാണ്, പിന്നെ ഒരു വർഷം വളരെ ഗ്യാരണ്ടി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പോട്ട് മിക്സ് നിറച്ചതിന് ശേഷം ഹോളിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.